പരസ്യങ്ങൾ എങ്ങനെ മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാവുകയായിരുന്നു വെള്ളിയാഴ്ചത്തെ പ്രമുഖ പത്രങ്ങളിൽ വന്ന ഫുൾ പേജ് പരസ്യം. ഫെബ്രുവരി മുതൽ കറൻസി നോട്ടുകൾക്ക് പകരം ഡിജിറ്റൽ കറൻസി പ്രാബല്യത്തിൽ വരുമെന്ന വാർത്ത പ്രമുഖ പത്രങ്ങളിലെ ആദ്യ പേജിൽ വന്നപ്പോൾ സത്യമായിരിക്കുമെന്നാണ് കരുതിയവർ ഏറെയും. ഇതോടൊപ്പം മറ്റു ചില അവിശ്വസനീയ വാർത്തകൾ ഉണ്ടായിരുന്നെങ്കിലും ഡിജിറ്റൽ കറൻസിയാണ് കൂടുതൽ ശ്രദ്ധ നേടിയത്. നോട്ട് നിരോധനം പോലെ പെട്ടെന്ന് വന്ന തീരുമാനമെന്നാണ് പലരും കരുതിയത്. ചില പത്രങ്ങൾ ഏറെ ശ്രദ്ധിച്ചാൽ മാത്രം മനസ്സിലാവുന്ന രീതിയിൽ 2050 വാർത്തയായാണ് പരസ്യം നൽകിയത്. RBI ഗവർണർ, പ്രതിപക്ഷ നേതാവ് എന്നിവരുടെ പേരുകളും തെറ്റായിരുന്നു. ഇത്തരത്തിൽ ഡിജിറ്റൽ കറൻസിയിലേക്ക് പൂർണ്ണമായും മാറാവുന്ന അവസ്ഥയിലേക്ക് രാജ്യം എത്തിയിട്ടില്ലെന്നും പരസ്യത്തിലൂടെ തെറ്റിദ്ധാരണ പരത്തുകയാണെന്നും പാലാ സെന്റ് തോമസ് കോളേജിലെ കൊമേഴ്സ് വിഭാഗം HOD ബോബി സൈമൺ പറഞ്ഞു. പേയ്മെന്റ് മെക്കാനിസത്തിലോട്ടൊക്കെ മാറുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ടെക്നോളജി വരുമ്പോൾ നമുക്ക് നടക്കുന്ന ഒരു കാര്യമാണ്. നമുക്കിപ്പോൾ ഗൂഗിൾ പേ ഉണ്ട്, അതിന് UPI, ഭീം UPI എന്ന് പറയുന്ന RBIയുടെ പ്ലാറ്റ്ഫോം വളരെ ശക്തമാണ്, വളരെ സേഫാണ്. അത് നമ്മൾ ഭാവിയിൽ ഇൻ്റർനാഷണൽ പേയ്മെൻറ്റ് സെറ്റിൽമെൻറ്റിലേക്കും ഉപയോഗിക്കാൻ ഇടയുണ്ട്. അതിനെക്കുറിച്ചൊക്കെ സെൻട്രൽ ഗവൺമെൻറ്റിനൊക്കെ പ്ലാനുണ്ട്. പക്ഷേ ഇന്ന് പത്രവാർത്തകളിൽ കണ്ടത് വെറും ഒരു പരസ്യം മാത്രമാണ്. കാരണം പരസ്യത്തിൻ്റെ താഴെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം, അത് ജെയിൻ യൂണിവേഴ്സിറ്റി കൊടുത്തൊരു പരസ്യമാണ്. അതൊരു വാർത്തയേ അല്ല, അവരൊരു ഫുൾ പേജ് കവർ ചെയ്തൊരു പരസ്യം കൊടുത്തതാണ്. അല്ലാതെ ഇപ്പോൾ അതിൻ്റെ പേരിൽ ആരും പാനിക്കാണ്ട കാര്യമില്ല. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ നമുക്ക് ഡിജിറ്റൽ കറൻസിയിലോട്ട് മാറാൻ പറ്റുന്നൊരു സാഹചര്യം അല്ല ഇന്ത്യയിലുള്ളത്. അങ്ങനെ യാതൊരു പ്ലാനും ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് ഉള്ളതായിട്ട് എൻ്റെ അറിവിലില്ല. പരസ്യം കണ്ട് ശരിയെന്ന് തെറ്റിദ്ധരിച്ച് അഭിപ്രായ പ്രകടനം നടത്തിയവർ സത്യമറിഞ്ഞപ്പോൾ എളിഫേരായി. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന മാർക്കറ്റിംഗ് ഫീച്ചറുകൾ ദേശീയ ദിനപത്രങ്ങൾ പോലും പ്രസിദ്ധീകരിക്കുന്നത് ശരിയല്ലെന്നും അഭിപ്രായം വരികയാണ്.